ഹലോ, ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മാർക്കറ്റിങ്ങിൽ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ബേസിക് കോൺസെപ്റ്റുകളാണ്. നമ്മളിതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. മാർക്കറ്റിങ്ങും സെല്ലിങ്ങും രണ്ട് പ്രോസസ്സാണ്. മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ കൺസംഷൻ, പ്രൈസിങ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ക്രിയേറ്റ് എക്സ്ചേഞ്ച് ദാറ്റ് സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ജസ്റ്റ് ഒരു ഗുഡ്സ് വിൽക്കുക എന്നുള്ളത് മാത്രമല്ല മാർക്കറ്റിംഗ്. അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ ഐഡിയയുടെ ഒരു കോൺസെപ്ഷൻ്റെ എക്സിക്യൂഷൻ, പ്ലാനിങ്, പ്രൈസ് എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കുക, അതിന് എങ്ങനെയൊക്കെ നമുക്ക് നന്നായിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ് ഉണ്ടാവുക, ഇങ്ങനെയെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലും ഒരു ഓർഗനൈസേഷനും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ പഠിക്കാം മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്. പിന്നെ ഇവിടെ ഇതൊന്നും വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, മാർക്കറ്റിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടു ദ ബിസിനസ് ഓർഗനൈസേഷൻ സിൻസ് ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ദാറ്റ് സെൽസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ബ്രിങ് റവന്യൂ ടു ദ കമ്പനി. എന്തൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന് നല്ല പോസ്റ്റാണ് ഏതൊരു ഓർഗനൈസേഷനും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അത് അവൈലബിൾ ആക്കുന്ന പ്രോസസ്സിങ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. സോ ഒരു ബിസിനസ്സിലേക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് മാർക്കറ്റിംഗ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത്, മാർക്കറ്റിംഗ് എനേബിൾസ് ദ കസ്റ്റമേഴ്സ് ടു എക്സൈസ് ചോയ്സ് ആൻഡ് ടു ഇംപ്രൂവ് ദർ ലെവൽസ് ഓഫ് കൺസംഷൻസ്. എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കുക. നമുക്കറിയാമല്ലേ, ഇപ്പോൾ ഒരു സോപ്പ് വാങ്ങാൻ പോയാൽ ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ചോയ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് മാർക്കറ്റിങ്ങിലൂടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ, മാർക്കറ്റിംഗ് ക്രിയേറ്റ്സ് ടൈം, പ്ലേസ് ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ ഒരു സർവീസസിനോ ടൈം, പ്ലേസ് ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സാണ്. ഇറ്റ് ഓഫേഴ്സ് കരിയർ ഓപ്പർച്യൂണിറ്റി ടു ദ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഒരുപാട് ജോലി കൊടുക്കുന്ന ഒരു മേഖലയും കൂടിയാണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റുകളാണ്. 5 കോൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട് നമ്മൾ. മാർക്കറ്റിംഗ് ഫിലോസഫീസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് പണ്ടുള്ള ആൾക്കാർ കണ്ടെത്തിയിരുന്നത്, ഇപ്പോഴത്തെ ആ ഒരു ഐഡിയ ജനറേഷൻ്റെ ഭാഗമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രൊഡക്ഷൻ കോൺസെപ്റ്റാണ്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. That is because some businessmen believe that the consumers are interested only in low-priced, easily, extensively available goods. ആ ഒരു ഓൾഡസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയാനുള്ള കാരണം തന്നെ പണ്ടുള്ള ബിസിനസ്സുകാർ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് ഇഷ്ടം വളരെ വില കുറഞ്ഞ, ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ തൊട്ടപ്പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന വളരെ എക്സ്റ്റെൻസീവ്ലി ആയിട്ട് അവൈലബിൾ ആയുള്ള പ്രൊഡക്റ്റുകളാണ് പണ്ടുള്ള ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക, ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. നമ്മൾ ലോ പ്രൈസിൽ വിൽക്കാൻ പറ്റുന്ന ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റിങ്ങിൽ അഡോപ്റ്റ് ചെയ്ത് തരുന്ന സ്ട്രാറ്റജി. ഓക്കെ, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് കൺസെപ്റ്റായിരുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ കോൺസെപ്റ്റാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്. പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് പ്രൊഡക്ഷനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓൾ ദ ഇമ്പോർട്ടൻസ് വർ ഗിവൺ ടു പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റിൽ ക്വാളിറ്റി ആഡ് ചെയ്യണം, പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസ് ആഡ് ചെയ്യണം, പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ കസ്റ്റമേഴ്സ് അതിനെ ഡിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. സോ ക്വാളിറ്റി ആഡ് ചെയ്യുക, എന്നിട്ട് നല്ല ക്വാളിറ്റി ആഡ് ചെയ്തിട്ട് ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഇപ്പം നമുക്കറിയാം അല്ലേ, പിയേഴ്സ് സോപ്പിനും സാധാരണ സോപ്പിനും തമ്മിൽ വില വ്യത്യാസമുണ്ട്. പക്ഷേ ആ പിയേഴ്സ് നമ്മൾ വാങ്ങുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി. സോ ഹൈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഹൈ പ്രൈസ് കൊടുത്ത് വാങ്ങാനുള്ള ആൾക്കാർ റെഡി ആയിരിക്കും. സോ അതാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് സെല്ലിംഗ് കോൺസെപ്റ്റ്. സെല്ലിംഗ് കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റും പ്രൊഡക്ഷനും അല്ല ഇമ്പോർട്ടൻസ്, എന്താണ്, സെല്ലിംഗ് ആണ് ഇമ്പോർട്ടൻസ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിസിനസ് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യമില്ല, അത് ആൾക്കാർ വാങ്ങിയില്ലെങ്കിൽ അവിടെ ആ ഒരു
സംഭവം വേസ്റ്റായി അല്ലേ. അപ്പോൾ സെല്ലിംഗ് കോൺസെപ്റ്റ് അസ്യൂം ദാറ്റ് കൺസ്യൂമേഴ്സ് ഓൺ ദർ ഓൺ വിൽ നോട്ട് ബൈ ഇനഫ് ഓഫ് ഓർഗനൈസേഷൻ പ്രോഡക്ട്സ് അൺലെസ് ദ ഓർഗനൈസേഷൻ അണ്ടർടേക്സ് അഗ്രസീവ് സെയിൽസ് ആൻഡ് പ്രൊമോഷണൽ എഫേർട്സ്. സോ സെല്ലിംഗ് കോൺസെപ്റ്റ് പ്രകാരം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് നമ്മൾ നല്ല പ്രൊഡക്റ്റ് വാങ്ങി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ അത് ജനങ്ങളെ വാങ്ങിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സെല്ലിംഗ് എഫേർട്സുകൾ നടത്തണം, എന്നാൽ മാത്രമാണ് കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കുള്ളൂ എന്നുള്ളതാണ്. അത് ഓൾറെഡി നമുക്ക് അറിയാമല്ലേ, നമ്മൾ നല്ല പ്രൊഡക്റ്റുകളാണ് എന്നുള്ളത് അറിയുന്നത് പരസ്യങ്ങളിലൂടെയാണ് അല്ലേ. നമ്മൾ ടി വി പരസ്യങ്ങളും പുറത്ത് കാണുന്ന വാൾപേപ്പേഴ്സൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, ചില പ്രൊഡക്റ്റുകൾ വാങ്ങി നോക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് എഫേർട്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഒരു എവല്യൂഷണറി കോൺസെപ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നും കൂടി ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കേണ്ട കോൺസെപ്റ്റാണ്, ഒരു ബിസിനസ് ഫിലോസഫിയാണ്, വൈഡർ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഓറിയൻറ്റേഷനാണ്. കസ്റ്റമർ ഈസ് ദ കിങ് എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. കസ്റ്റമർ എന്ത് ചിന്തിക്കുന്നു, എന്താണ് കസ്റ്റമറിൻ്റെ ആവശ്യം, അവരുടെ നീഡ്സിനനുസരിച്ചിട്ട് അവരുടെ നീഡ്സ് അനലൈസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക, കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക. അങ്ങനെ കസ്റ്റമേഴ്സ് മാക്സിമം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബിസിനസ്സിൽ എന്ത് കിട്ടും, റവന്യൂ കിട്ടും എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആവും ബിസിനസ് എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിലൂടെ പറയുന്നത്. ഓക്കെ, സൊസൈറ്റിയൽ കോൺസെപ്റ്റ് ലാസ്റ്റ് വന്ന ഒരു കോൺസെപ്റ്റാണ്. അത് സൊസൈറ്റിയൽ കോൺസെപ്റ്റിൽ പറയുന്നത് സോഷ്യൽ റെലവൻസും കൂടി നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരിക്കലും മാർക്കറ്റിങ്ങിലൂടെ ബിസിനസ്സിലൊരു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ടാവാൻ പാടില്ല, എൻവയോൺമെൻറ്റൽ ഡിറ്റോറിയേഷൻസ് ഉണ്ടാവാൻ പാടില്ല, കസ്റ്റമേഴ്സിനെതിരെ അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം കമ്പനികൾക്ക് എന്നുള്ളതൊക്കെയാണ് സൊസൈറ്റിയൽ കോൺസെപ്റ്റ് പറയുന്നത്. ഇതാണ് 5 കോൺസെപ്റ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ആണ്. വളരെ എളുപ്പമുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മാർക്കറ്റിങ്ങും സെല്ലിങ്ങും നമ്മൾ കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടേംസുകളാണെങ്കിലും അവിടെ ഡിഫറൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിനാണ് കോൺസെപ്റ്റ് കൊടുക്കുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ വാൺസിനാണ്. ആ 2 കോൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ തന്നെ അറിയാം. സെല്ലിംഗ് കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് ആ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ വാൺസിനാണ്. സെല്ലിംഗ് കോൺസെപ്റ്റിൽ കമ്പനി ആദ്യം പ്രൊഡക്റ്റ് വിൽക്കുന്നു, എന്നിട്ട് അതെങ്ങനെ സെല്ല് ചെയ്യാന്നുള്ളത് തീരുമാനിക്കുന്നു. മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്നുള്ളത് ആദ്യം അനലൈസ് ചെയ്തിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ബയേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ്, സെല്ലേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സെല്ലിങ്സ്. ഷോർട്ട് റൺ ഓറിയൻറ്റഡ് ആണ് സെല്ലിങ്, ലോങ് റൺ ഓറിയൻറ്റഡ് ആണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ കേട്ടത് തന്നെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നമ്മൾ. മാർക്കറ്റിംഗ് മിക്സ് 4 Pകൾ ചേർന്നാണ്, 4 Ps ചേർന്നാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് അറിയില്ലേ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ, എന്താണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, ഒരു സെയിൽസ്മാൻ ഓഫർ ചെയ്യുന്ന ഒരു ഗുഡ്സിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പേ ചെയ്യുന്ന മണീനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അഡ്വർടൈസ്മെൻറ്റ്, സെല്ലിങ്, എങ്ങനെയാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മളെങ്ങനെയാണ് ബയേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് എത്തിക്കുന്നത്, നമ്മൾ എവിടെയോ പ്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അല്ലേ ഇന്നത്തെ ഗ്ലോബലൈസേഷനൊക്കെ ഭാഗമായിട്ട് നമുക്കറിയാം അല്ലേ, നമുക്ക് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എവിടെയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ എത്തിക്കണമെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്. സോ ദർ ആർ 4 Ps ഇൻ മാർക്കറ്റിംഗ് മിക്സ്. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്രൈസ്.
ഇതിനെ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം, ഓരോ പീസിനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. വാട്ട് ഈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്? ഒന്നുമില്ല, ഇൻ്റർനാഷണലി നമ്മളിപ്പോൾ പഠിച്ച ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ, ഈ ഒരു 4Psനെ എങ്ങനെ ഇൻ്റർനാഷണലി നമ്മളൊരു മൾട്ടിനാഷണൽ പ്രോസസ്സാക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. International marketing is the multinational process of planning and executing the concept, pricing and promotion and distribution of ideas, goods and services to create exchange that satisfy individual and organizational objectives. അപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു മൾട്ടിനാഷണൽ പ്രോസസ്സായിട്ട് മാറ്റുക. നമ്മൾ നേരത്തെ പഠിച്ച ആ 4Ps എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർനാഷണലി ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നേരത്തെ പഠിച്ച ഡെഫിനേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻ്റർനാഷണൽ എന്നുള്ളൊരു ടേം ആഡ് ചെയ്തു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് മാർക്കറ്റിങ്ങിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിതിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലേക്ക് എത്തിച്ചേരുന്നത്, ഇൻ്റർനാഷണലി നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ. ഒന്നാമത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ്. ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഫസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റേജസ് ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോം കൺട്രീസിൽ മാത്രം നമ്മൾ ഒരു ഗുഡ്സ് വിൽക്കുന്നതിനെയാണ് പ്യുവർലി ഡൊമസ്റ്റിക് കമ്പനി ഓപ്പറേറ്റ്സ് ഓൺലി ഡൊമസ്റ്റിക്കലി. നമ്മളെ ഇന്ത്യയിലെ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാത്രം വിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പം നമ്മളങ്ങനെ അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അത് ഡൊമസ്റ്റിക്കലി നമ്മളത് വിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിലെ എല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മളൊരു നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇനി നമ്മൾ അവിടുന്ന് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇനി നമുക്ക് വളരണം എന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു അറ്റം എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പുതിയ മാർക്കറ്റുകൾ, നമ്മുടെ ഇന്ത്യ മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചൈനയിലും നമ്മുടെ പ്രൊഡക്റ്റുകൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത്. അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുപോവുകയാണ്. സോ അതാണ് ഒരു കീ സ്റ്റേജ് എന്ന് പറയുന്നത്. ആദ്യം ഡൊമസ്റ്റിക് മാർക്കറ്റിങ്ങിലാണ് വരുന്നത്, പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് ആണ്. രണ്ടാമത്തെ എക്സ്പോർട്ട് മാർക്കറ്റിംഗ്. ഫസ്റ്റ് സ്റ്റേജ് ഡൊമസ്റ്റിക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേജാണ് എക്സ്പോർട്ടിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് എക്സ്പോർട്ട് മാർക്കറ്റിംഗ്. ദ തേർഡ് വൺ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. Export marketing just means the firm do not undertake marketing effort in the foreign country. It exports the surplus product to the product in domestic countries through the agents, and there is no direct marketing efforts in the foreign market. എക്സ്പോർട്ട് മാർക്കറ്റിങ്ങിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡൊമസ്റ്റിക് മൊത്തം വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും പ്രൊഡക്റ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഏജൻറ്റ് വഴി, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എഫേർട്ട് അവിടെ വരുന്നില്ല, ഏതെങ്കിലും ഏജൻറ്റ് വഴി നമ്മൾ കയറ്റുമതി ചെയ്യുകയാണ് എക്സ്പോർട്ട് മാർക്കറ്റിങ്ങിലൂടെ. ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് മാർക്കറ്റിംഗ് എഫേർട്സ് ആണ്. നമ്മൾ ഏത് രാജ്യത്താണ് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾ എന്തൊക്കെ മാർക്കറ്റിംഗ് എഫേർട്ടുകൾ നടത്തിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത്, അത്തരം ഫുൾ ഫ്ലഡ്ജ്ഡ് മാർക്കറ്റിംഗ് എഫേർട്സുകൾ നടത്തിയിട്ട് ഫോറിൻ കൺട്രീസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. മൾട്ടിനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, എല്ലാ കൺട്രീസിലും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മൾട്ടിനാഷണൽ, അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യും. ഒരു ഡൊമസ്റ്റിക് കൺട്രികളെ പോലെ തന്നെ എല്ലാ രാജ്യങ്ങളെയും കണ്ടിട്ട് ഡൊമസ്റ്റിക് കൺട്രീസിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത്തരം എഫേർട്സുകളൊക്കെ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും അതിൻ്റെ ഒരു ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൾട്ടിനാഷണൽ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റിങ്ങും അത് തന്നെയാണ്. Marketing mix is different from different country to as a marketing environment.
differs and the country subsidized operate just as independent units. ആണ് ഗ്ലോബൽ മാർക്കറ്റിങ്ങിൽ മൾട്ടിനാഷണൽ മാർക്കറ്റിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവില്ല വേറെ വല്ല രാജ്യത്ത് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓരോ രാജ്യത്തിനനുസരിച്ചിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് അവിടുത്തെ കൾച്ചർ അനുസരിച്ചിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ മൾട്ടിനാഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെ എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ രാജ്യത്തിനെയും ഓരോ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് അവിടുത്തെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് യൂസ് എൻ എൻറ്റയർ സെറ്റ് ഓഫ് കൺട്രി മാർക്കറ്റ്സ് ആസ് എ യൂണിറ്റ്, ഐഡൻറ്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് പെർസ്പെക്റ്റീവ് ബയേഴ്സ് വിത്ത് സിമിലർ നീഡ്സ് ആസ് എ ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് ആൻഡ് ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് പ്ലാൻ ആൻഡ് സ്ട്രൈവ് സ്റ്റാൻഡർഡൈസേഷൻ wherever it is cost and culturally effective. അപ്പോൾ മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞാൽ ഓരോ കൺട്രീസിനെയും ഓരോ പെർസ്പെക്റ്റീവിൽ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുകയാണ്, മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ. ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം വിൽക്കാൻ പോകുന്ന രാജ്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, എന്നിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ആ കസ്റ്റമേഴ്സിനെ നമ്മൾ ഓരോ മാർക്കറ്റ് സെഗ്മെൻറ്റുകളാക്കിയിട്ട് മാറ്റിയിട്ട് ആ സിമിലർ നീഡ്സ് ഉള്ള ഗ്ലോബൽ മാർക്കറ്റ്, ഇപ്പോൾ ഇന്ത്യയിലെ കുറച്ച് ആൾക്കാർക്ക് ഒരേ നീഡ്സാണ്, അമേരിക്കയിലെ കുറച്ച് ആൾക്കാർക്ക് ഒരേ നീഡ്സ് ആണെങ്കിൽ ഇവർക്ക് ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർക്കനുസരിച്ചുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് കുറച്ചും കൂടി ഫീസിബിളായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിനെയാണ് ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട് റീസൺസ് ഫോർ എൻറ്ററിങ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്, എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ തന്നെയാണ്. ഒന്നാമത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ കൺസ്ട്രെയിൻസുകൾ, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്, ഗ്രോത്ത് ഓഫ് ഓവർസീസ് മാർക്കറ്റ്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി, ഡൈവേഴ്സിഫിക്കേഷൻ, കൺട്രോൾ ഇൻഫ്ലേഷൻസ്, കൗണ്ടർ കോമ്പറ്റീഷൻ, സ്ട്രാറ്റജിക് വിഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം, വളരെ എളുപ്പമുള്ള പോയിൻറ്റ്സ് ആണ്. ഓക്കെ.